ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എല്ലാവരും എല്ലായ്പ്പോഴും സന്തോഷത്തിലും സമൃദ്ധിയിലും നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് ഇന്നൊരു ചെറിയ റീഡിങ് എടുക്കാവേ. ഈ വർഷത്തെ ഓണം മുതൽ അടുത്ത വർഷം ഓണം വരെയും നിങ്ങളിലേക്ക് വരാൻ പോകുന്ന 3 മേജർ ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. എംപററാണ് വന്നിരിക്കുന്നത്. മജിഷ്യൻ വന്നിട്ടുണ്ട്. 6 ഓഫ് വാട്ടർ. 3 കാർഡ്സ് എടുത്തേ. ബോട്ടം വന്നിരിക്കുന്നത് 3 ഓഫ് എർത്ത് ആണ്. 3 ഓഫ് എർത്ത് എന്ന് പറയുമ്പോൾ സാമ്പത്തികപരമായ ഒരു ഐശ്വര്യം, ഒരു സമൃദ്ധി നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങളിവിടെ എന്തിനു വേണ്ടി പ്ലാൻ ചെയ്തോ അല്ലെങ്കിൽ എന്ത് സംരംഭം തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ അതിലൂടെ നിങ്ങൾക്ക് കൂടുതലായിട്ട് മണി ഏൺ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. തൊട്ട് താഴെ 7 ഓഫ് വാട്ടർ ആണ് വന്നിരിക്കുന്നത്. 7 ഓഫ് കപ്സിന്റെ എനർജി, അതായത് നിങ്ങൾക്ക് ധാരാളമായിട്ട് അവസരങ്ങൾ വരാൻ പോകുന്നു എന്നുള്ളതാണ്. അവസരങ്ങൾ വരണമല്ലോ, അല്ലാതെ ഒന്നും നടക്കില്ല. ഓപ്പർച്യൂണിറ്റീസ്, അതാണ് ജോലി കാര്യങ്ങളിലായാലും അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളിലായാലും നിങ്ങൾക്ക് അവസരം ഉണ്ടാകുന്നു മുന്നിലോട്ട് പോകാനുള്ള, അതായത് മുൻപോട്ട് പോകാനുള്ള ധൈര്യത്തിന് വേണ്ടി നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് വളരെ നല്ല എനർജിയാണ്. 2 കാർഡ്സും മേജർ അർക്കാന തന്നെയാണ്. കണ്ടില്ലേ, ഇവിടെ മജീഷ്യന്റെ എനർജി വന്നിട്ടുണ്ട്, എംപറർ വന്നിട്ടുണ്ട്. മജീഷ്യന്റെ എനർജി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം സാധ്യമാകും എന്നുള്ളതാണ്. നിങ്ങൾ എന്താണോ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ എന്തിനു വേണ്ടി പ്രയത്നിക്കുന്നുണ്ടോ, എന്തിനു വേണ്ടി പ്രേ ചെയ്യുന്നുണ്ടോ, അത് നിങ്ങൾക്ക് വന്നു ചേരും എന്നുള്ളതാണ്. വളരെയധികം സന്തോഷത്തിലൂടെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതായത് നിങ്ങളിലുള്ള ക്രിയേറ്റീവ് എനർജി കൂടി നിങ്ങൾ മുൻപോട്ട് കൊണ്ടുവരികയാണെങ്കിൽ, അതുകൂടി നിങ്ങൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് വിജയത്തിലേക്ക് മുന്നോട്ട് വരാൻ സാധിക്കും എന്നുള്ളതാണ്. മജിഷ്യനെ പോലെ പ്രശസ്തരാവാൻ സാധിക്കും എന്നുള്ളത് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നമ്പർ 1 ആണ്. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഒരു തുടക്കം വരാൻ പോകുന്നു എന്ന് കാണുന്നുണ്ട്. ഈ ഒരു തുടക്കം എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷങ്ങളുടേതായ തുടക്കമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ ഇവിടെ വന്നിരിക്കുന്നത് എംപററാണ്. എംപറർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു അധികാരം കൈവരുന്നു എന്നുള്ളതാണ്. അതോറിറ്റി പവർ നിങ്ങൾക്ക് കൈവരാൻ പോകുന്ന ഒരു സമയമാണെന്ന് കാണുന്നുണ്ട്. മറ്റുള്ളവരെ അപേക്ഷിച്ച് അഥവാ ഇനി നിങ്ങൾക്ക് അത് ലഭിച്ചില്ല എങ്കിൽ ഇനിയും നിങ്ങൾക്കത് ലഭിക്കാൻ പോകുന്നു. ചിലപ്പോൾ നിങ്ങളിവിടെ മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്തെങ്കിലും ഗവൺമെൻറ് ജോബിന് വേണ്ടിയാണെങ്കിൽ, അഥവാ നിങ്ങൾ എന്തെങ്കിലും ടെസ്റ്റുകൾ എഴുതിയിട്ടിരിക്കുകയാണെങ്കിൽ, മറ്റേതെങ്കിലും കാര്യത്തിന് വേണ്ടി നിങ്ങളിവിടെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, അതല്ല നിങ്ങൾ കൂടുതലായിട്ട് മണി ഏൺ ചെയ്യാൻ വേണ്ടിയുള്ള പരിശ്രമം എന്തെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റിയിലേക്ക് വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇതുവരെ സ്റ്റേബിൾ അല്ലാതിരുന്ന നിങ്ങളുടെ ജീവിതം ഇനിയും ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി നിങ്ങൾക്ക് കൈവരാൻ പോകുന്നു. നിങ്ങളുടെ ഘടന തന്നെ ആകെ മാറിപ്പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾക്ക് ഇതുവരെയുള്ളതിനെ അപേക്ഷിച്ച് നിങ്ങൾക്ക് വളരെയധികം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ, അതുപോലെ തന്നെ ഒത്തിരി പ്രോഗ്രസ്സിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് കാണുന്നത്. സാലറി ഒക്കെ കൃത്യമായിട്ട് കിട്ടിയിരുന്നില്ല എങ്കിൽ, അഥവാ അത് ജോലി ടെമ്പററി ആയിരുന്നു, ഇനി നിങ്ങൾക്കത് പെർമനന്റ് ആയിട്ട് ലഭിക്കാൻ പോകുന്നു എന്ന് കാണുന്നുണ്ട്. അതാണ് പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി നിലനിർത്താൻ നിങ്ങളെ കൊണ്ട് ഈ സമയത്ത് സാധിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ എന്താണ്, 6 ഓഫ് വാട്ടർ ആണ് വന്നിരിക്കുന്നത്. 6 ഓഫ് വാട്ടർ എന്ന് പറയുമ്പോൾ 6 ഓഫ് കപ്സിന്റെ എനർജി. കപ്പ് എന്ന് പറയുമ്പോൾ വാട്ടർ സൈൻ, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജിയുടെ. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ഓർമ്മകളാണ്. എങ്ങനെയുള്ള ഓർമ്മകളാണ്? ചൈൽഡ്ഹുഡ് മെമ്മറീസ്. അത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. നിങ്ങളോട് ആരെങ്കിലുമൊക്കെ ഫ്രണ്ട്ഷിപ്പ് കൂടിയിരുന്നവർ പിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവർ ശത്രുത എല്ലാം മറന്ന്, ആരെങ്കിലും അഥവാ ഈ ശത്രുക്കൾ നിങ്ങൾക്കുണ്ടേ എങ്കിൽ ആ ശത്രുത എല്ലാം മറന്ന് നിങ്ങളിലേക്ക് വളരെയധികം സന്തോഷത്തോടുകൂടി തിരിച്ചു വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. തിരിച്ചു വന്നിട്ട് നിങ്ങളുമായിട്ട് നല്ലൊരു സൗഹൃദം വീണ്ടും തുടങ്ങുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ നിങ്ങളിൽ നിന്നും ആരെങ്കിലും വ്യക്തികൾ പിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ വ്യക്തികൾ വീണ്ടും തിരിച്ചു വന്നു. ശത്രുതയോടുകൂടി പോയ വ്യക്തികളാവണം. അവർ നല്ലതുപോലെ സ്നേഹത്തിലൂടെ മുന്നോട്ട് വന്ന് നിങ്ങളുമായിട്ട് വീണ്ടും ഒരു പുതിയ തുടക്കത്തിലേക്ക് വരുന്നു, പുതിയ സ്നേഹത്തിലേക്ക് വരുന്നു, പുതിയൊരു സ്നേഹബന്ധത്തിലേക്ക്
മുന്നോട്ട് പോകാൻ കഴിയുന്നത്. അതൊരു സിൻസിയർ ലവ്, അതൊരു ഡിവൈൻ ലവ് ആയിട്ടാണ് ഇവിടെ കാണുന്നത്. കാരണം ഈ ഒരു ഡിവൈൻ ലവ് എന്ന് പറയുന്നത് എന്താണ്? സിൻസിയർ ലവ് ആണ്. അത് വീണ്ടും നിങ്ങൾക്ക് തുടങ്ങാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അത് ഇവിടെയും നിങ്ങളുടെ സ്നേഹത്തിനൊരു മാറ്റം വരാൻ പോകുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. നമുക്ക് എടുക്കാം. ഇൻഡ്യൂഷൻ വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ വന്നിരിക്കുന്നത്. സാക്രിഫൈസ്, മെറ്റീരിയൽ ഹാർവെസ്റ്റ്. ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് 3 കാർഡ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ്. കാരണം പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നിങ്ങൾക്ക് എങ്ങനെ ഇനി മുന്നോട്ട് പോകണം, മുന്നോട്ട് പോയി എങ്ങനെ ഒരു വിജയത്തിലേക്ക് ജീവിതത്തെ കൊണ്ട് എത്തിക്കാം, ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വിജയത്തിലേക്ക് കൊണ്ടുവരണമല്ല, അത് നിങ്ങൾക്ക് എങ്ങനെ സാധിച്ചെടുക്കാം എന്നുള്ള കാര്യത്തിന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അങ്ങനെയുള്ള ഇൻഡ്യൂഷൻ നിങ്ങൾക്ക് വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായോ? അപ്പൊ ഈ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതാണ് നിങ്ങൾക്ക് വേണ്ടത്. കാരണം നിങ്ങൾക്ക് ഉള്ളിൽ നിന്ന് തന്നെ പല കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും. മറ്റുള്ളവരോട് അന്വേഷിക്കാതെ തന്നെ നിങ്ങളുടേതായ സ്വന്തം കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കാനും അവിടെ നിന്ന് മുന്നോട്ട് വന്നൊരു സക്സസിലേക്ക് പോകാനുമുള്ള എനർജിയാണ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട്. കൂടുതലും നിങ്ങൾ ഡിവൈനുമായിട്ട് കണക്ട് ആവുന്ന ഒരു സാഹചര്യത്തിലേക്ക് മുന്നോട്ട് പോകാൻ നിങ്ങളെ കൊണ്ട് ഈ ഒരു സമയത്ത് കഴിയുന്നു എന്നുള്ളത് കാണുന്നു. ഇതുവഴി നിങ്ങളിലേക്ക് ഐശ്വര്യം, സമൃദ്ധി, സമാധാനം ഒക്കെ നിലനിർത്താൻ സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെയോ സഫറിങ് ഇൻ സൈലൻസ് ആണ്. സഫറിങ് ഇൻ സൈലൻസ് എന്ന് പറയുമ്പോൾ പലരും സൈലൻസിനോട് സഫർ ചെയ്യുന്നു. കാരണം ഒറ്റയ്ക്കിരിക്കാൻ ഉള്ള ആ ഒരു പ്രവണതയാണ്. മറ്റേതെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾ ഇപ്പോൾ വിഷമം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കിരിക്കേണ്ടതായിട്ട് വരും. സൈലൻസിലിരിക്കുക എന്ന് പറയുമ്പോൾ അത് ഏറ്റവും നല്ലൊരു എനർജി തന്നെയാണ്. അതിലൂടെയാണ് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയുന്നത്. എപ്പോഴെങ്കിലും സൈലൻസിലിരിക്കാൻ കഴിയുന്നു, അല്ലെങ്കിൽ മനസ്സിന് പേടി കൂടുതലായിട്ട് അനുഭവപ്പെടുന്ന സമയം, അതുപോലെ ഒരു വലിയ പരാജയത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്, തീർച്ചയായിട്ടും അതിനപ്പുറത്തൊരു സക്സസ് ഉണ്ടാവും. മനസ്സിലായി? ഇവിടെ സൈലൻസിൽ ഇരിക്കുന്നു, ഇത് ഡിവൈനുമായിട്ട് കണക്ട് ആവാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ ഡിവൈനുമായിട്ട് കണക്ട് ആവുന്ന ഈ സമയത്ത് തന്നെയാണ് നിങ്ങളിലേക്ക് സക്സസ് വരാൻ പോകുന്നത്, നിങ്ങളിലേക്ക് നല്ലൊരു പ്രോഗ്രസ് വരാൻ പോകുന്നത് എന്ന് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അടുത്തായിട്ട് വന്നിരിക്കുന്നത് സാക്രിഫൈസ് ആണ്. സാക്രിഫൈസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരുപാട് ത്യാഗം നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും മറ്റുള്ളവർക്ക് വേണ്ടി. പക്ഷെ ഇനി അത് തീരാറായിരിക്കുന്നു. ഇനി നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്യേണ്ട. കാരണം ത്യാഗം ചെയ്താലും വരാൻ പോകുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം മുൻകൂട്ടി നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഒരു സാക്രിഫൈസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇനിയും അധികം ചെയ്യേണ്ട കാര്യമില്ല. ഇത് ചെയ്തതിലൂടെ എന്താണ് പരിവർത്തനം വന്നത്, അല്ലെങ്കിൽ എന്താണ് പ്രോഗ്രസ് വന്നത് എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ആവുന്നുണ്ട് ഇവിടെ. അതായി കഴിഞ്ഞിരിക്കുന്നു, നിങ്ങൾക്കത് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ഇത്രമാത്രം സാക്രിഫൈസ് ചെയ്തത് എന്തിനു വേണ്ടിയാണ്, ഇനി അങ്ങോട്ടത് ചെയ്യണോ, ഇനി അത് വേണോ, ആ ഒരു എനർജിയിൽ ഞാൻ ഇനിയും ഇരിക്കണോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് എന്തിനു വേണ്ടി ചെയ്തു, എൻ്റെ ജീവിതത്തിന്റെ പ്രോഗ്രസിന് വേണ്ടിയല്ല ഞാനിത് ചെയ്തത് എന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ റെയിൻബോ കണ്ടില്ലേ? ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ ഐശ്വര്യമാണ് വരാൻ പോകുന്നത്, വളരെ നല്ല സമൃദ്ധി വരാൻ പോകുന്നു. നിങ്ങളുടെ ആരോഗ്യ കാര്യത്തിനായാലും നിങ്ങളുടെ സാമ്പത്തിക കാര്യത്തിനായാലും നിങ്ങൾക്ക് വളരെ വലിയൊരു മാറ്റമാണ് ഇവിടെ വരാൻ പോകുന്നത് എന്നാണ് കാണുന്നത്. നമ്പർ 3 ആണ്. ബ്ലെസ്സിങ്സ് ആണ്, ദൈവാനുഗ്രഹമാണ് നിങ്ങൾക്കിനി ലഭിക്കാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട്. കാരണം നിങ്ങൾ സാക്രിഫൈസ് ചെയ്തതിന് ഉള്ള മറുപടിയാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അതിൻ്റെ ഒരു പ്രോഫിറ്റ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. അതിൻ്റെ ഏറ്റവും വലിയ ഒരു സക്സസ് ലഭിക്കാൻ പോകുന്ന റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. അതിലൂടെ നിങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കണ്ടില്ലേ? ബോട്ടം വന്നിരിക്കുന്നത് മെറ്റീരിയൽ ഹാർവെസ്റ്റ് ആണ്. എന്ത് കാര്യങ്ങൾ വേണോ നിങ്ങൾക്ക് ഇതെല്ലാം നേടിയെടുക്കാൻ സാധിക്കും. സാമ്പത്തികമായാലും സ്നേഹത്തിന്റെ കാര്യത്തിലായാലും, അതുപോലെ തന്നെ നിങ്ങൾ ജോലിക്ക് വേണ്ടി അന്വേഷിക്കുന്നുണ്ടോ, നിങ്ങൾക്ക് കഴിക്കാനുള്ള ഫുഡിന്റെ കാര്യത്തിലായാലും എല്ലാം നിങ്ങൾക്ക് ഇവിടെ ഒരു സമൃദ്ധി വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇങ്ങനെ നിങ്ങൾക്ക് ഇതുപോലെ ഐശ്വര്യത്തിലിരിക്കാൻ സാധിക്കും. ഇതിന്റെ ഒരു വിളവെടുപ്പ് തന്നെ, വിളവെടുപ്പ് നടക്കുകയാണ് ഇവിടെ. ഒരു വിളവെടുപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഒരുപാട് ധാരാളമായിട്ട് നമ്മളിലേക്ക് ഇത് നിറഞ്ഞു നിൽക്കുന്ന എനർജിയാണ്. അപ്പൊ ഈ ഒരു ഐശ്വര്യം നിങ്ങളിലേക്ക് എല്ലായ്പ്പോഴും നിറഞ്ഞു നിൽക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് കാണുന്നത്.
അതിന് ബാക്കിൽ വന്നിരിക്കുന്നത് പോസിറ്റീവ് മൂവ്മെന്റ് ഫോർവേഡ് ആണ്. കണ്ടില്ലേ, നിങ്ങൾ ഇതുവഴി നിങ്ങൾക്ക് ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്ക് പോകാനുള്ള എനർജി ലഭിക്കുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. നിങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുമെന്ന്. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് അവിചാരിതമായിട്ട് ഒരുപാട് സക്സസ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നു, നല്ല ചില പ്രോഗ്രസ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ്. ഇവിടെയും കണ്ടില്ലേ, ഇവിടെയും വന്നിരിക്കുന്നത് സണ്ണിന്റെ എനർജിയാണ്. ഒരു ഹാപ്പിനെസ്സിലേക്ക്, സമൃദ്ധിയിലേക്ക്, ഐശ്വര്യത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തിന് ഒരു തുടക്കം വരുന്നു എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട്. മനസ്സിലായി? നമുക്ക് ശിവഭഗവാൻ എന്താണ് പറയുന്നത് എന്ന് നോക്കാം. നമുക്കിവിടെ എനിക്ക് തോന്നി ഏത് ദൈവത്തിൻ്റെ കാർഡ് എടുക്കണം, ഏത് ദൈവത്തിൻ്റെ മെസ്സേജാണ് നമ്മളിപ്പോൾ കേൾക്കേണ്ടത് എന്ന് തോന്നി. പലതവണ ആലോചിച്ചപ്പോൾ നമുക്ക് വന്ന ഉത്തരം ഇതാണ്, ശിവഭഗവാന്റെ മെസ്സേജസ് ആണ്. അത് നമുക്ക് നോക്കാം. ഒരു വർഷം നിങ്ങൾക്ക് ഭഗവാന്റെ മെസ്സേജ് എന്താണ്, ഭഗവാന്റെ ബ്ലെസ്സിങ്സ് എന്താണ് നമുക്ക് നോക്കാം. നമുക്ക് 3 കാർഡ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് റൈറ്റ് പേഴ്സൺ ഈസ് അറൗണ്ട് യു. നിങ്ങൾക്ക് ചുറ്റും എന്തോ ഒരു ശരിയായ വ്യക്തി നിങ്ങൾക്ക് അടുത്ത് തന്നെയുണ്ട്. നിങ്ങൾക്ക് ചുറ്റും നിങ്ങളെ പ്രോഗ്രസ്സിലേക്ക് നയിക്കുന്ന ഒരു വ്യക്തി അല്ല എങ്കിൽ ഒരു സാഹചര്യം ഉണ്ട്. മനസ്സിലായി? ആ ഒരു ശക്തി നിങ്ങളെ മുന്നോട്ട് നയിക്കും, നിങ്ങളുടെ ജീവിതത്തിന് നല്ലൊരു പ്രോഗ്രസ്സിലേക്ക് നയിക്കും എന്നുള്ളതാണ് കാണുന്നത്. ഒന്നുകിൽ ഒരു വ്യക്തിയാവാം, അല്ലെങ്കിൽ ഒരു സാഹചര്യമാവാം, അത് നിങ്ങൾക്ക് ചുറ്റും ഉണ്ട്. പിന്നെ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ജഡ്ജിങ്. നമ്മൾ മറ്റുള്ളവരെ എല്ലായ്പ്പോഴും കുറ്റം പറയും സ്വഭാവം പലർക്കും ഉണ്ട്. എപ്പോഴും നമുക്ക് ഒന്നും തികഞ്ഞില്ല എങ്കിൽ പോലും നമ്മളെല്ലാം തികഞ്ഞതാണെന്നുള്ള മട്ടിലാണ് മറ്റുള്ളവരെ കുറ്റം പറയുന്നത്, അല്ലേ? ഒരിക്കലും അത് പാടില്ല. മറ്റുള്ളവരെ കുറ്റം പറയുക, മറ്റുള്ളവരുടെ നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ, നെഗറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മളിങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അവരെ പറ്റി ഇല്ലാത്തതൊക്കെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു നെഗറ്റീവ് എനർജി നമ്മളിൽ തന്നെ തങ്ങി നിൽക്കുകയുള്ളൂ. അതുകൊണ്ട് അത്തരത്തിലുള്ള ആ ഒരു കുറ്റം പറച്ചിൽ നിർത്തുക. മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുന്ന സ്വഭാവം പലർക്കും ഉള്ളതാണ്, അല്ലെ? നമ്മളെല്ലാം തികഞ്ഞിരിക്കുന്നു എന്നുള്ള മട്ടിലാണ് പലരുടെയും കുറ്റങ്ങളൊക്കെ പറയുന്നത്. പണ്ടുള്ളവർ പറയുമില്ല, 2 കാലിൽ മന്തുള്ളവനാണ് ഒറ്റക്കാലിൽ മന്തിനെ കുറ്റം പറയുന്നതെന്ന്. എന്ന് പറഞ്ഞതുപോലെയാണ് പലരും സ്നേഹത്തിലിരിക്കും, വളരെയധികം ചിരിച്ചു കളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ അവരങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഉടനെ എന്താണ് അവരുടെ കുറ്റം പറയാൻ തുടങ്ങും. എന്ന് പറഞ്ഞ പോലെ ഇനി നിങ്ങൾ ആ ഒരു സ്വഭാവം നിർത്തലാക്കണം. ഭഗവാൻ പറയുന്നു അതാണ്. ഇനി നിങ്ങൾക്ക് അത്തരത്തിലുള്ള സ്വഭാവമുണ്ട് എങ്കിൽ അത് നിങ്ങൾ ഇവിടെ നിർത്തലാക്കേണ്ടത് അത്യാവശ്യ കാര്യമാണ്. ഉടൻ തന്നെ അത് സ്റ്റോപ്പ് ചെയ്യൂ. എന്നാൽ മാത്രമേ നിങ്ങളിലേക്ക് ഐശ്വര്യം വരികയുള്ളൂ. ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് കടക്കണമെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും ശരിയല്ല. നിങ്ങളുടെ ഉള്ളിൽ മറ്റുള്ളവരുടെ വിദ്വേഷം, പക, ശത്രുത ഇതൊക്കെ ഉണ്ടോ, ഇത്തരത്തിലുള്ള നെഗറ്റീവ് എനർജീസ് നിങ്ങളുടെ ഉള്ളിലുണ്ടോ, അതിനെയൊക്കെ കളയണം. എന്നാൽ മാത്രമേ നിങ്ങളുടെ ഉള്ളം പരിശുദ്ധമാവുകയുള്ളൂ. അവിടെ മാത്രമേ നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഈ ഭഗവാൻ അടുത്തതായിട്ട് പറയുന്നത് സക്സസ് ഈസ് നിയർ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് സക്സസ് വരും. എന്തുകൊണ്ട് വരില്ല? വരും. നിങ്ങളുടെ ഹൃദയം പരിശുദ്ധമാണോ അവിടെ നിങ്ങളിലേക്ക് സാമ്പത്തികവും വരും, നിങ്ങളുടെ ഐശ്വര്യവും വരാൻ തുടങ്ങും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ ഒരു വിജയവും വരും. നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. മനസ്സിലായി? നല്ലൊരു പാത നിങ്ങളുടെ മുൻപിൽ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിലൂടെ പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഭഗവാൻ പറയുന്നത്. നമുക്ക് ബാക്കിൽ വന്നിരിക്കുന്നത് മിറക്കിൾസ് ആർ അപ്രോച്ചിങ്. കണ്ടില്ലേ? അതിശയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. നിങ്ങൾ ഇത്തരത്തിലുള്ള സ്വഭാവത്തിലൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഐശ്വര്യം, സമൃദ്ധിയും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കും. അതുപോലെ അത്ഭുതമാണ് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത്. ഇവിടെ കാണുന്നത് എന്താണ്? റിമെയിൻ സൈലന്റ്. സൈലന്റിലിരിക്കാൻ പറ്റുമെങ്കിൽ അത് വളരെ നല്ലതാണ്. പലപ്പോഴും പല ഇടങ്ങളിലും സൈലൻസ് എത്രമാത്രം പാലിക്കാവോ അത്രയും നല്ലതാണ്. മനസ്സിലായോ? അപ്പൊ ഇതാണ് മിറക്കിൾസ് നിങ്ങളിലേക്ക് വരുന്നത്. സംഭവിക്കുന്നുണ്ട്, മിറക്കിൾസ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. തീർച്ചയായിട്ടും ഈ ഒരു വർഷത്തിനകം ഒരുപാട് പേർക്ക് പല കാര്യങ്ങളിലും നിങ്ങളെ അതിശയിപ്പിക്കത്തക്ക വിധത്തിലുള്ള പല കാര്യങ്ങളും സാധ്യമാകും. നമുക്ക്
ഇതാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ്. ചെറിയൊരു റീഡിംഗ് ആയിരുന്നു. എല്ലാവർക്കും സമയമൊന്നും കാണില്ലല്ലോ, ഓണക്കാലമല്ലേ. അപ്പോൾ ഇതൊന്നും കേൾക്കാനും കാണാനും ഒന്നും ആർക്കും സമയം കാണില്ല. എല്ലാവരും തിരക്ക് പിടിച്ച ജീവിതമല്ലേ. അപ്പോൾ വീണ്ടും ഹൃദയം നിറഞ്ഞ ഓണാശംസ.